മോർണിംഗ് ടു ഓൾ. നമ്മൾ ഇന്ന് തേർഡ് മോഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാണ്, സെലക്ഷൻ ആൻഡ് പ്ലേസ്മെൻറ്റ് ഓഫ് എംപ്ലോയീസ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് മോഡ്യൂളിൽ എന്തൊക്കെ പഠിച്ച? ഫസ്റ്റ് മോഡ്യൂളിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്താണ്, അതിൻ്റെ ഇമ്പോർട്ടൻസ്, സ്കോപ്പ്, ഒബ്ജക്റ്റീവ്സ്, പിന്നെ അപ്രോച്ചസ് പഠിച്ചു. ഡിഫറൻസ് ബിറ്റ്വീൻ പേഴ്സണൽ മാനേജ് ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്, പിന്നെ ട്രഡീഷണൽ വി എസ് സ്ട്രാറ്റജിക് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്. ഇത്രയും ഐറ്റംസ് നമ്മൾ ഫസ്റ്റ് മോഡ്യൂളിൽ പഠിച്ചു. അതുപോലെ തന്നെ സെക്കൻഡ് മോഡ്യൂളിൽ നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്താണ് റിക്രൂട്ട്മെൻറ്റ്, ജോബ് അനാലിസിസ് എന്താണ്, ജോബ് ഡിസ്ക്രിപ്ഷൻ, ജോബ് സ്പെസിഫിക്കേഷൻ, ജോബ് അനാലിസിസ്, പിന്നെ നമ്മൾ മോഡേൺ മെത്തേഡ്സ് ഇൻ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ്. ഇത്രയാണ് നമ്മൾ സെക്കൻഡ് മോഡ്യൂളിൽ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് തേർഡ് മോഡ്യൂളാണ്. തേർഡ് മോഡ്യൂളിൽ വന്നത് സെലക്ഷൻ ആൻഡ് പ്ലേസ്മെൻറ്റ് ഓഫ് എംപ്ലോയീസ്. സെലക്ഷന് മുമ്പത്തെ പ്രോസസ്സ് എന്താ? റിക്രൂട്ട്മെൻറ്റ്. എന്താണ് റിക്രൂട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ? റിക്രൂട്ട്മെൻറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് സെർച്ചിങ് ഫോർ പ്രോസ്പെക്റ്റീവ് എംപ്ലോയീസ് ആൻഡ് സ്റ്റിമുലേറ്റ് ദം ടു അപ്ലൈ ഫോർ ജോബ്സ് ഇൻ ദ ഓർഗനൈസേഷൻ. റിക്രൂട്ട്മെൻറ്റിൽ ഒരുപാട് പേഴ്സൺസിനെ നമ്മൾ അട്രാക്റ്റ് ചെയ്ത് അപ്ലിക്കേഷൻ തരാനായിട്ട് ഇൻവൈറ്റ് ചെയ്യും. അങ്ങനെ റിക്രൂട്ട്മെൻറ്റ് സ്റ്റേജിൽ ഒരുപാട് അപ്ലിക്കേഷൻസ് നമ്മുടെ കയ്യിൽ വന്നിരിക്കുന്നുണ്ടാവും. സെലക്ഷൻ ചെയ്യുമ്പോൾ അതിൽ നിന്ന് നമ്മൾ എലിമിനേഷൻ സ്റ്റേജാണ് സെലക്ഷനിൽ നടക്കുന്നത്. നമുക്ക് അൺനെസസറി ആയിട്ടുള്ള അപ്ലിക്കേഷൻസ് നമ്മൾ മാറ്റി നെസസറി ആയിട്ടുള്ള അപ്ലിക്കേഷൻസ് മാത്രം എടുക്കുന്നതാണ് സെലക്ഷൻ പ്രോസസ്സിൽ നടക്കുന്നത്. എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. സെലക്ഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ചൂസിങ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ പേഴ്സൺ ഫ്രം ഓൾ അപ്ലിക്കൻസ്. നമ്മൾ റിക്രൂട്ട്മെൻറ്റ് വഴി ഒരുപാട് അപ്ലിക്കേഷൻ വന്ന് കിടക്കുന്നുണ്ട്. അതിൽ നിന്ന് മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള പേഴ്സൺസിനെ സെലക്ട് ചെയ്യുകയും അതുപോലെ തന്നെ അൺസ്യൂട്ടബിൾ ആയിട്ടുള്ള പേഴ്സൺസിനെ റിജക്റ്റ് ചെയ്യുകയും നടത്തുന്നതാണ് സെലക്ഷനിൽ. സെലക്ഷൻ പ്രോസസ് സ്റ്റാർട്ട് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ റിക്രൂട്ട്മെൻറ്റ്. റിക്രൂട്ട്മെൻറ്റിന് ശേഷമാണ് നമ്മുടെ സെലക്ഷൻ പ്രോസസ് തുടങ്ങുക. റിക്രൂട്ട്മെൻറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഇൻവൈറ്റിംഗ് അപ്ലിക്കേഷൻ ഫ്രം പ്രോബബിൾ കാൻഡിഡേറ്റ്, ബട്ട് സെലക്ഷൻ ഈസ് ദ പ്രോസസ് ഓഫ് എലിമിനേഷൻ. ഒരുപാട് അപ്ലിക്കേഷൻ വന്നതിൽ നിന്ന് നമ്മുടെ ഓർഗനൈസേഷന് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് മാത്രം സെലക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ സെലക്ഷൻ എന്ന് പറയുന്നത്. അതായത് അൺനെസസറി ആയിട്ടുള്ള അപ്ലിക്കേഷൻ ഫോംസുകൾ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയും. സെലക്ഷൻ ഇൻവോൾവ്സ് picking a group of workers from a total group of workers who have applied for the job. ഒരു കൂട്ടം പേര്, ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് അപ്ലൈ ചെയ്തതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ഇൻഡിവിജ്വൽസിനെ സെലക്ട് ചെയ്യുകയും ആവശ്യമില്ലാത്തതിനെ റിജക്റ്റ് ചെയ്യുകയും ചെയ്യുന്നതാണ് സെലക്ഷൻ വരുന്നത്. ഒന്നുകൂടി പറയാണ്, സെലക്ഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ചൂസിങ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ പേഴ്സൺസ് ഫ്രം ഓൾ ദ അപ്ലിക്കേഷനിൽ നിന്ന് മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ളതിനെ എടുക്കുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ സെലക്ഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോണത് സെലക്ഷൻ്റെ ഡെഫിനിഷനാണ്. 2 ഡെഫിനിഷൻ പറയുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് ഏതാണ് ഈസി ആ ഡെഫിനിഷൻ നിങ്ങൾ പഠിച്ചോളൂ. അക്കോർഡിംഗ് ടു ഡെയിൽ യോർഡർ, സെലക്ഷൻ ഈസ് ദ പ്രോസസ് ഇൻ വിച്ച് candidate for employees are divided into 2 classes, those who are to be offered employment and those who are not. അതായത് സെലക്ഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സിൽ നമ്മൾ 2 ആയിട്ട് ഡിവൈഡ് ചെയ്തേക്കണം. ദോസ് ഹു ആർ ടു ബി ഓഫേർഡ്, എംപ്ലോയ്മെൻറ്റ് കൊടുക്കുന്നത് ഒരു സെക്ഷൻ, എംപ്ലോയ്മെൻറ്റ് കൊടുക്കാത്തത് ഒരു സെക്ഷൻ. അതായത് റിക്രൂട്ട്മെൻറ്റ് വഴി ഒരുപാട് അപ്ലിക്കേഷൻ കിട്ടി. ഈ അപ്ലിക്കേഷനിൽ നിന്ന് കിട്ടിയവരെ മാറ്റുകയും കിട്ടിയവരെ എടുക്കുകയും കിട്ടാത്തവരെ എലിമിനേറ്റ് ചെയ്യുന്നതാണ് സെലക്ഷൻ. ഒന്നുകൂടിയും വായിക്കാം. അക്കോർഡിംഗ് ടു ഡെയിൽ യോർഡർ, സെലക്ഷൻ ഈസ് ദ പ്രോസസ് ഇൻ വിച്ച് കാൻഡിഡേറ്റ് ഫോർ എംപ്ലോയീസ് ആർ ഡിവൈഡഡ് ഇൻ ടു 2 ക്ലാസ്സസ്. 2 ക്ലാസ്സായിട്ട് ഡിവൈഡ് ചെയ്തു. എങ്ങനെ? ദോസ് ഹു ആർ ടു ബി ഓഫേർഡ് എംപ്ലോയ്മെൻറ്റ് കൊടുക്കുന്നതും ആൻഡ് ദോസ് ഹു ആർ നോട്ട് കൊടുക്കാത്തതും. അങ്ങനെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ സെലക്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് അക്കോർഡിംഗ് ടു ഹാറോൾഡ് Kuhns, selection is the process of choosing the candidate from within the organization or from outside. സെലക്ഷൻ എന്ന് പറയുന്നത് കാൻഡിഡേറ്റിനെ സെലക്ട് ചെയ്യുന്നതാണ്. അത് കാൻഡിഡേറ്റിനെ വിത്തിൻ ദി ഓർഗനൈസേഷനും അല്ലെങ്കിൽ ഔട്ട്സൈഡ് ദ ഓർഗനൈസേഷൻ. നമ്മൾ ഇൻറ്റേർണൽ റിക്രൂട്ട്മെൻറ്റും എക്സ്റ്റേണൽ റിക്രൂട്ട്മെൻറ്റും പഠിച്ചില്ലേ? ചിലപ്പോൾ ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ നിന്നാവാം, ചിലപ്പോൾ ഓർഗനൈസേഷൻ്റെ ഔട്ട്സൈഡിൽ നിന്നാവാം. ദ മോസ്റ്റ് സ്യൂട്ടബിൾ
ദ മോസ്റ്റ് സ്യൂട്ടബിൾ പേഴ്സൺ ഫോർ ദി കറണ്ട് പൊസിഷൻ ഓർ ഫോർ ദി ഫ്യൂച്ചർ പൊസിഷൻ. ഇപ്പം നിലവിലെ എംപ്ലോയ്മെൻറ്റിനോ അല്ലെങ്കിൽ ഭാവിയിൽ വേണ്ടി വരുന്ന ഒരു പോസ്റ്റിനോ വേണ്ടി നമ്മൾ ഇൻറ്റേർണൽ ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ നിന്നോ പുറത്തുനിന്നോ നമ്മൾ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിനെ സെലക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ സെലക്ഷൻ എന്ന് പറയുന്നത്. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ സെലക്ഷൻ എന്ന് പറയുന്നത്. ഒന്നും കൂടി വായിക്കാം. According to Harold Kuhns, selection is the process of choosing the candidate. ക്യാൻഡിഡേറ്റിനെ സെലക്ട് ചെയ്യാം ഫ്രം വിത്തിൻ ദ ഓർഗനൈസേഷൻ. എവിടെ നിന്നൊക്കെ, ചിലപ്പോൾ ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ നിന്നാവാം, ചിലപ്പോൾ പുറത്തുനിന്ന്. ദ മോസ്റ്റ് സ്യൂട്ടബിൾ, ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള പേഴ്സൺസിനെ കമ്പനിയുടെ ഉള്ളിൽ നിന്നോ പുറത്തു നിന്നോ ഇപ്പോഴത്തെ കറണ്ട് പൊസിഷനോ ഫോർ ദി കറണ്ട് പൊസിഷന് വേണ്ടിയോ ഓർ ഫോർ ദ ഫ്യൂച്ചർ പൊസിഷൻ, ഭാവിയിൽ വരാൻ പോകുന്ന വാക്കൻസിക്ക് വേണ്ടി ഇപ്പോഴേ നമ്മുടെ ഓർഗനൈസേഷൻ ഇൻസൈഡിൽ നിന്നോ ഔട്ട്സൈഡിൽ നിന്നോ സെലക്ട് ചെയ്യുന്ന മോസ്റ്റ് ആപ്റ്റായിട്ടുള്ള ഇൻഡിവിജ്വൽസിനെ എടുക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ സെലക്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് സ്റ്റെപ്സ് ഇൻ സെലക്ഷൻ പ്രോസസ്സ്. 11 സ്റ്റെപ്സ് നമുക്ക് പഠിക്കാനുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിന്ന് ജസ്റ്റ് ആ ഹെഡിങ്ങുകൾ മാത്രം കവർ ചെയ്യാം. നാളെ തുടങ്ങി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോ സ്റ്റെപ്പുകളും പഠിക്കാം. ഫസ്റ്റ് വന്നത് റെസിപ്റ്റ് ആൻഡ് സ്ക്രൂട്ടനി ഓഫ് അപ്ലിക്കേഷൻ. സെക്കൻഡിൽ വന്നത് പ്രിലിമിനറി ഇൻ്റർവ്യൂ. തേർഡ് ബാങ്ക് അപ്ലിക്കേഷൻ ഫോം. ഫോർത്ത് ടെസ്റ്റ്. ഫിഫ്ത്ത് ഇൻ്റർവ്യൂ. സിക്സ്ത് ചെക്കിംഗ് റെഫറൻസസ്. സെവൻത്ത് അപ്രൂവൽ ഓഫ് ദി സൂപ്പർവൈസർ. എയ്ത്ത് മെഡിക്കൽ എക്സാമിനേഷൻ. നയൻത്ത് ഫൈനൽ സെലക്ഷൻ. 10th പ്ലേസ്മെൻറ്റ്. 11th ഇൻഡക്ഷൻ ആൻഡ് ഓറിയൻറ്റേഷൻ. നിങ്ങളിന്ന് സ്റ്റെപ്സ് ഇൻ സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ട് ഹെഡിങ്ങൾ മാത്രം പഠിക്കാം. നാളെ തുടങ്ങി നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് ഓരോ സ്റ്റെപ്പുകളായിട്ട് പഠിക്കാം. അപ്പം നമ്മൾ ഇന്ന് സെലക്ഷൻ എന്താണെന്ന് മീനിങ് പഠിച്ചു, ഡെഫിനിഷൻ പഠിച്ചു, അതിൻ്റെ സ്റ്റെപ്പ് പഠിച്ചു. എന്താണ് സെലക്ഷൻ എന്ന് പറഞ്ഞാൽ? സെലക്ഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ചൂസിങ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ പേഴ്സൺസ് ഫ്രം ഓൾ ദ അപ്ലിക്കേഷൻസ്. എല്ലാ അപ്ലിക്കൻസിൽ നിന്നും മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിനെ നമ്മൾ എടുക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ സെലക്ഷൻ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ 2 ഡെഫിനിഷൻ പഠിച്ചു, ഡെയിൽ യോർഡറിൻ്റെയും അതുപോലെ തന്നെ ഹറോൾഡ് ക്യൂൻസിൻ്റെയും. ഡെയിൽ യോർഡറും ഹറോൾഡ് ക്യൂൻസും. അതിൽ നിങ്ങൾക്ക് ഏതാ ഈസി എന്ന് വെച്ചാൽ ഏതെങ്കിലും ഡെഫിനിഷൻ ഒരെണ്ണം നിർബന്ധമായിട്ടും പഠിക്കണം. പിന്നെ പഠിച്ചത് സ്റ്റെപ്സ് ഇൻ സെലക്ഷൻ പ്രോസസ്സിൽ 11 സ്റ്റെപ്സ് പഠിച്ചു. നാളെ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളത് നോക്കാം. ഓക്കെ, താങ്ക് യു.